ഇരട്ട സഹോദരങ്ങളായ ഡീക്കൻ തോമസ് കുന്നാട്ടിന്റെയും ഡീക്കൻ ജോസഫ് കുന്നാട്ടിന്റെയും പട്ടംകോട് ശുശ്രൂഷയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യഭിവന്ദ്യ കാത്തോലിക്ക ബാവ തിരുമേനി നടത്തിയ പ്രസംഗം. തെരഞ്ഞെടുപ്പും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സ്വർഗത്തെയും ഭൂമിയെയും ഒന്നുപോലെ സന്തോഷിപ്പിക്കുന്ന രക്ഷാകരമായ ഒരു സമയം അനുഭവിക്കുന്നതിന് ദൈവം നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ നിയോഗ പ്രാർത്ഥന ഇങ്ങനെയാണ് തുടങ്ങുക: നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെയും അവൻ്റെ രക്ഷാകരമായ എല്ലാ പ്രവൃത്തികളുടെയും സ്മരണ നിർവഹിക്കുന്ന ഈ സമയം അങ്ങനെ ഓർത്തുകൊണ്ടാണ് കാർമികൻ അപ്പവും വീഞ്ഞും ഉയർത്തി ദൈവപിതാവിൻ്റെ പക്കൽ ഈ വിശുദ്ധ കുർബാനയുടെ നിയോഗം പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നത്. ദൈവികമായ ഇടപെടലിനെ കുറിച്ച്, ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന സംഭവത്തെക്കുറിച്ച്, രക്ഷാകര പ്രവൃത്തികൾ എന്നാണ് നാം തിരിച്ചറിയുന്നത്, സ്വീകരിക്കുന്നത്. തൻ്റെ സഭ യേശുവിൻ്റെ ശരീരമായി, യേശുവിൻ്റെ തുടർച്ചയായി അവൻ വീണ്ടും വരുവോളം ഉദാശകൾ അനുഷ്ഠിക്കപ്പെടുന്നതിനായി സജ്ജീകരിക്കപ്പെട്ട, ഒരുക്കപ്പെട്ട സജീവ ആരാധന കൂടാരമായി സഭ നിലനിൽക്കുകയാണ്. അവിടുത്തെ ശരീരമാകയാൽ അവിടുത്തെ പ്രവൃത്തികൾ തുടരുന്നതിന് നിയോഗവും ലഭിച്ചിരിക്കുന്നു. സഭ തുടരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ തന്നെ ആയതിനാൽ നാം ഇന്ന് ഈ വിശുദ്ധ കുർബാനയിലും ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ സ്വീകരണത്തിലും സംബന്ധിക്കുമ്പോൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികൾ തുടരുന്നതിൽ സഭയിലൂടെ അത് അനുഗ്രഹമായി നമ്മിലേക്ക് എത്തുന്നതിൽ ഒരു സന്ദർഭത്തിൽ നാം അതിന് സാക്ഷികളും പരികർമ്മികളുമായി തീരുന്നതിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ച് പൗരോഹിത്യത്തിൻ്റെ കൃപാവരം എന്നും കൃതജ്ഞതയോടെ ഏറ്റുവാങ്ങി ജീവിക്കുന്ന ഒരു സഭാ സമൂഹമാണ്. പൗരോഹിത്യത്തിൻ്റെ കൃപാവരത്തെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുള്ള ഒരു സഭാ സമൂഹത്തിൻ്റെ പുതിയ കാലഘട്ടത്തിലെ പുരോഹിതരായി കോന്നാത്ത് ഭവനത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ ഈ മക്കൾ ജോസഫും തോമസും അവരുടെ പൗരോഹിത്യത്തിൻ്റെ സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, അവരെ നിരന്തരമായി ദൈവസന്നിധിയിൽ ഓർക്കുന്നതിന് നമുക്കൊരു ക്ഷണക്കത്ത് കിട്ടി. അതിൻ പ്രകാരമാണ് ഇവിടെ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക. പ്രത്യേകം നിങ്ങളെ ക്ഷണിച്ച് വരുത്തിയതാണ്. ആ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ ഔദാര്യത്തോടെ സ്വർഗം ഞങ്ങളെ ചേർത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോടൊത്ത് കർത്താവിന് നന്ദി പറയാൻ സാധിക്കുമല്ലോ. കർത്താവിൻ്റെ സഭയിൽ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ സമർപ്പിത ഭാവത്തോടെ നടത്തുന്നതിന്, ഞങ്ങൾ വിനീത ഹൃദയരാകുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങളെ പുരോഹിതരായി എന്നും കാണുന്നതിന് മനസ്സുള്ളവരായി ഞങ്ങളോടൊപ്പം നിങ്ങൾ എന്നും ഉണ്ടാകുമല്ലോ. ക്ഷണക്കത്തിൻ്റെ പിറകിലെ
അടിസ്ഥാന രഹസ്യമാണ്. ക്ഷണക്കത്ത് അയച്ചിരിക്കുന്നത് ഇത് ഗൗരവമായി സ്വീകരിക്കും എന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമാണ്. ഞാൻ സൂചിപ്പിച്ചത് ഒരു വിശ്വാസത്തിൻ്റെ പരിഗണനയിലാണ് ഈ ദേവാലയത്തിൽ നാം എല്ലാവരും ഈ മക്കളോടൊപ്പം എത്തിയിരിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, അവർ തിരഞ്ഞെടുത്ത വഴിയിൽ അവരെ സ്ഥിരീകരിക്കുന്നതിന്, ആ വഴിയിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കുന്നതിന്, നിരന്തരമായി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മനസ്സുള്ളവർ എന്ന നിലയിൽ പൗരോഹിത്യത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു ജനതയുടെ പ്രതിനിധികൾ എന്ന നിലയിലാണ് നമ്മെ ക്ഷണിച്ചിരിക്കുക. നാം കാഴ്ചക്കാരും ഫോട്ടോ എടുക്കാൻ വന്നവരും നിരീക്ഷിക്കാൻ വന്നവരും അല്ല, മറിച്ച് യാഗമായി അർപ്പിക്കപ്പെടുന്ന ഈ വിശുദ്ധ ബലിയിൽ ബലിയായി തീരുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ എന്നും കൂടെയുണ്ടാകും എന്ന് കർത്താവിനോട് സമ്മതിക്കുന്ന അനുഗ്രഹീതമായ ഒരു മുഹൂർത്തം, രക്ഷാകരമായ ഒരു മുഹൂർത്തം, അതൊരുക്കി തന്ന ദൈവത്തോട് നന്ദി പറയുന്നു. സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷ കർമാനുഷ്ഠാനങ്ങൾ നടത്തി കർമ്മങ്ങളിലൂടെ ചില കാര്യങ്ങൾ നിവൃത്തിയാക്കി അവസാനിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയല്ല. പഴയ നിയമത്തിൻ്റെ പൗരോഹിത്യ ഓർമ്മകൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഒരു പുതിയ നിയമത്തിലേക്ക് മാറ്റപ്പെട്ട് പൂർത്തീകരിക്കപ്പെടുന്ന അനുഭവമുണ്ട്. പൗരോഹിത്യ കർമ്മവിധികളുടെ ഓർമ്മപ്പെടുത്തൽ പഴയ നിയമത്തിൻ്റെ താളുകളിൽ നിറഞ്ഞ നിൽപ്പുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ നെറുകയിൽ പരിഹാസത്തിൻ്റെ അടയാളമായ കുരിശിൽ വലിച്ചു നീട്ടപ്പെട്ട് അവൻ്റെ രക്തം വാർന്നൊഴുകുന്നതായി രൂപാന്തരപ്പെടുന്നു എങ്കിൽ അതിനെയാണ് സ്വർഗം രക്ഷാകര സംഭവം എന്ന് വിളിക്കുക. വിശുദ്ധ കുർബാനയുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ രക്ഷാകര പ്രവർത്തനങ്ങൾ അനുസ്മരിക്കുമ്പോൾ ഈ വലിച്ചു നീട്ടപ്പെട്ട ശരീരം കൺമുമ്പിൽ എത്തി നിൽക്കുക. നാം കേൾവിക്കാരും കാഴ്ചക്കാരും എന്നതിനപ്പുറത്ത് സാക്ഷികളുടെ സമൂഹത്തിൻ്റെ പ്രതിനിധികളായി ഇവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം, നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹം, നമ്മൾ സ്വപ്നം കാണുന്ന പൗരോഹിത്യത്തിൻ്റെ പുതിയ ഭാവരൂപങ്ങൾ സ്വർഗത്തിന് പ്രീതികരമായത് തന്നെയാവണം. സ്വർഗത്തിന് പ്രീതികരമായ ഈ രക്ഷാകരമായ കൂദാശ മനുഷ്യരെ തൃപ്തിപ്പെടുത്താനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമാക്കാനാണ്. അതികഠിനമായ വേദനകളിലൂടെ മനുഷ്യൻ കടന്നുപോകുന്നു. നിരാശപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. പരിഹാസത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടി വലിച്ചിഴക്കപ്പെടുന്നു. അവിടുത്തെ വാക്കുകളിൽ നാം അവസാനം കേൾക്കുന്ന പ്രത്യാശയുടെ വാക്ക്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യ സ്വഭാവത്തിലെ വിചാരം നിഴലിച്ചു നിൽക്കുന്നത് ഇതാണ് അവസാനം. ദിസ് ഈസ് ദ എൻഡ്. ഇത്രയേ ഉള്ളൂ. ഞാൻ കർത്താവിനെ അനുഗമിച്ചിട്ട് ഇതാണോ എൻ്റെ വഴി എന്ന് സംശയം ജനിപ്പിക്കുമാറ് അനുഭവങ്ങളിലൂടെ കടന്നു പോകും. സ്ഥിരീകരിക്കുന്ന പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കാണിച്ചു തരും. ഭയപ്പെടേണ്ട, നിങ്ങളുടെ നാഥനോട് ഇതിനേക്കാൾ കഠിനമായത് ചെയ്തു എന്നത് നിങ്ങൾ വചനത്തിൽ വായിച്ചിട്ടില്ലേ? അതാണിപ്പോൾ പൂർത്തീകരിക്കപ്പെടുക.
ദാസൻ യജമാനനേക്കാൾ ശ്രേഷ്ഠനല്ലല്ലോ. ഈ മക്കൾ രണ്ടുപേരും പൗരോഹിത്യത്തിൻ്റെ പുതിയ നാൾ വഴികൾ രചിക്കുന്നതിന് സ്വയം സമർപ്പിച്ച് വന്നിരിക്കുകയാണ്. അടിസ്ഥാനപരമായി സഭ ഇതിനെ കൂദാശ എന്ന് വിളിക്കുന്നത് രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ആത്മീയമായ ശക്തിയുള്ളത് കൊണ്ടാണ്. പൗരോഹിത്യത്തിൻ്റെ അധികാരം എന്നത് ആജ്ഞാശക്തിയിൽ, വാക്കിൻ്റെ ബലത്തിൽ, സംഘാടക മികവിൻ്റെ വൈഭവത്തിൽ തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ട്. പൗരോഹിത്യത്തിൻ്റെ ശക്തി ആർസിലെ ജനങ്ങൾക്കിടയിൽ കുമ്പസാരക്കൂട് പൊടി തുടച്ച് വൃത്തിയാക്കി അതിലിരുന്ന് അനേകായിരങ്ങളെ ദൈവത്തിൻ്റെ കരുണ പഠിപ്പിച്ച ജോൺ മരിയ വിയാനിയിൽ പ്രകടമാണ്. അദ്ദേഹം ഒരു ദൈവാലയമൊന്നും പണിതില്ല, ദൈവാലയത്തിൽ നവീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുക, അദ്ദേഹം മുഴുവനായി ചെയ്ത ഒരു കാര്യം കുമ്പസാരക്കൂട് അടിച്ച് വൃത്തിയാക്കി മാറാലയെല്ലാം തട്ടിക്കളഞ്ഞ് കുമ്പസാരക്കൂട്ടിൽ കർത്താവിൻ്റെ കാരുണ്യം അവിടെ നിന്ന് പ്രവഹിക്കുന്നതിന് മുഖാന്തരമായി. കുമ്പസാരിപ്പിച്ച് വിശുദ്ധരുടെ പട്ടികയിലെത്തിയ ഒരു മനുഷ്യൻ. എന്താണ് അതിൻ്റെ റെക്കോർഡ്? പൗരോഹിത്യത്തെക്കുറിച്ച് നാം ഗൗരവതരമായി വിശുദ്ധ പുസ്തകത്തിൽ നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവബന്ധത്തിൽ വ്യാപരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം അസാധാരണമായി വിളിച്ചു ചേർക്കുന്ന ബലഹീനരായ മനുഷ്യരുടെ രൂപാന്തരീകരണമാണ്. കർത്താവ് പറയുന്നു, ഈ രൂപാന്തരീകരണം സംഭവിക്കുന്നതിന് അടിസ്ഥാനപരമായി വിട്ടുപിരിയാത്ത ചില ബന്ധം അന്യൂനമായും അനുസ്യൂതമായും കാത്തു സൂക്ഷിക്കണം. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മുന്തിരിച്ചെടി കാണിച്ച് കർത്താവ് പറഞ്ഞു, നോക്കുക, തായ്തടിയോട് ചേർന്ന് നിൽക്കാതെ മുന്തിരിക്ക് ചെടിക്ക് സ്വയം ഫലം പുറപ്പെടുവിക്കാൻ ആവില്ല. കർത്താവ് പൗരോഹിത്യം നമുക്ക് നൽകുന്നു, പരിശുദ്ധ റൂഹ നമ്മെ അഭിഷേകം ചെയ്യുന്നു എന്നത് മറന്ന് ഒരുപക്ഷെ നാം കൈ വിരിച്ച് പിടിക്കുന്നത് കൊണ്ടാണ് കർത്താവിന് അപ്പമാകാൻ കഴിയുന്നത് എന്നുപോലും നാം തെറ്റിദ്ധരിക്കുന്ന മനുഷ്യഭാവത്തിൻ്റെ പുതിയ സ്ഥലങ്ങളിലൊക്കെ വ്യാപരിക്കുമ്പോൾ കുർബാനയായി മാറുന്ന അപ്പത്തെക്കുറിച്ച്, അതിൻ്റെ രൂപാന്തരീകരണ ശക്തിയെക്കുറിച്ച് പോലും, അതിൻ്റെ കർത്തൃത്വം നമ്മിലേക്ക് നാം എടുത്തു വയ്ക്കുന്ന ഒരു ധാർഷ്ട്യത്തിൻ്റെ, ഒരു വലിയ മനോഭാവത്തിൻ്റെ ഒക്കെ മുൻപിൽ കർത്താവ് വഴിമാറി നടക്കുകയേ ഉള്ളൂ. എളിയവനായ എൻ്റെ കയ്യിൽ ദൈവം ഇറങ്ങി വരുന്നതിന് കാട്ടുന്ന ഔദാര്യമാണ് നമ്മുടെ കയ്യിലെ ഗോതമ്പപ്പം യേശു മിശിഹായുടെ തിരുശരീരമായി മാറുക. ഒരു മിഷണറി രൂപതയിൽ, ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരി കേന്ദ്രമാക്കിയുള്ള ഒരു മിഷണറി രൂപതയിൽ പൗരോഹിത്യത്തിൻ്റെ ഈ തായ്തടിയോട് ചേർന്ന് നിൽക്കുവാനുള്ള നിങ്ങളുടെ ആത്മീയമായ സമർപ്പണം നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്ഥിരീകരിക്കും. നിങ്ങളുടെ പൗരോഹിത്യം
ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം തായ്തടിയോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയായി എന്നും ഉണ്ടാകും. തായ്തടിയിൽ നിന്ന് വിട്ടുമാറുമ്പോൾ ഫലം നൽകുന്നതിൽ നിന്ന് പുറകോട്ട് പോകും എന്നത് പരമാർത്ഥമാണ്. ഈ തായ്തടി എന്നത് കർത്താവ് നൽകുന്ന ബന്ധമാണ്. ആ ബന്ധങ്ങൾ ഓരോ തലത്തിൽ നമ്മുടെ മുൻപിൽ ജീവിക്കുവാൻ ഉണ്ട് എന്നതും പരമാർത്ഥമാണ്. തായ്തടിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന പ്രചോദനത്തിൽ നിങ്ങൾക്കെല്ലാം വ്യക്തമാണ്. തായ്തടിയോട് ചേർന്ന് നിൽക്കാതെ ഫലം പുറപ്പെടുവിക്കാനാവില്ല എന്നതിന് ഇനി മറ്റൊരു വ്യാഖ്യാനം ആവശ്യമില്ല. നിങ്ങളുടെ പൗരോഹിത്യം അല്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന, നിങ്ങൾക്ക് ദാനമായി നൽകപ്പെടുന്ന ഈ പൗരോഹിത്യം, കർത്താവ് തരുന്ന ഈ പൗരോഹിത്യം, അത് കാത്തു സൂക്ഷിക്കപ്പെടുന്നതിന് കർത്താവ് കവചം ഒരുക്കി, രക്ഷയുടെ കവചം ഒരുക്കി നിങ്ങളെ സംരക്ഷിക്കണം. ചേർന്ന് നിന്നേ മതിയാവൂ. തായ്തടിയാകുന്ന സഭയോട് ചേർന്ന് നിൽക്കാൻ പൗരോഹിത്യം ഒറ്റപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ പട്ടിക ഒരുമിച്ച് കൂട്ടി വായിക്കുന്ന ഒരു ജീവിതക്രമമല്ല. ചേർന്നു നിന്ന് ഫലം പുറപ്പെടുവിക്കുന്ന വലിയ സാക്ഷ്യത്തിൻ്റെ ഒരു കൂടാരമാകട്ടെ. ഈ പരിശുദ്ധ കുർബാനയിൽ നിങ്ങളോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ നിറവിൽ നിങ്ങൾ പുരോഹിതരായി അഭിഷിക്തരാകുമ്പോൾ സഭ ഏറെ സന്തോഷത്തോടെ നിങ്ങളുടെ പൗരോഹിത്യത്തെ കാണുന്നു. സ്വന്തം സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തെക്കുറിച്ചും മിഷനറി ശുശ്രൂഷയ്ക്ക് ഇടം നൽകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നിങ്ങൾ മിഷനറിമാരായി പ്രവർത്തിക്കുന്നതിന് മനസ്സ് കാണിച്ച ധൈര്യവും ആർജവത്വവുമുള്ള കർത്താവിൻ്റെ പ്രതിപുരുഷന്മാരാണ്. പഞ്ചായത്ത് വിട്ടും ജില്ല വിട്ടും പോവുകയില്ലെന്ന് ഞാൻ പറഞ്ഞത് പൗരോഹിത്യത്തെയും സന്യാസത്തെയും കുറിച്ച് മാത്രമാണ്. ജില്ല വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടില്ലാത്ത നമ്മുടെ യുവജനങ്ങൾ, ഒരു പരിചയവുമില്ലാത്ത പുതിയ രാജ്യത്ത് ഒരു മേൽവിലാസത്തിൻ്റെ ബലത്തിൽ ദീർഘദൂരം യാത്ര ചെയ്ത് പുതിയ ഭാഷ പഠിച്ച് പുതിയ ജോലി ചെയ്ത് ഒരു പുതിയ സംസ്കാരത്തിൻ്റെ വലിയ സാഹചര്യങ്ങളിലൊക്കെ ജീവിച്ച് പരിചയിക്കുന്ന ഒരു കാലം കൂടിയാണെന്നോർക്കുക. ഇത് സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും വരുമ്പോൾ നമ്മുടെ ഗ്രാമം വിട്ടു പോകാൻ മടിയാണെന്ന് മാത്രം. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ സഭയെ മുന്നിൽ കണ്ടുകൊണ്ട് പുരോഹിതരാകുന്നതിന് സ്വയം സമർപ്പിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നവരാണ്. നിങ്ങളുടെ തുടക്കം അനുഗ്രഹീതമാണ്. നിങ്ങളുടെ പൂർത്തീകരണം ശ്രേഷ്ഠമായി തീരട്ടെ. കർത്താവിന് വേണ്ടി ജീവൻ വിട്ടുകൊടുത്തതിൻ്റെ പേരിൽ നിരാശരാകുന്നതിന് ഒരിക്കലും ദൈവം അനുവദിക്കില്ല. നമ്മെ ശുദ്ധീകരിക്കാൻ തീച്ചൂളയിലൂടെ അവിടുന്ന് നമ്മെ കടത്തിക്കൊണ്ടുപോകുമെന്നതിൽ ഒരു സംശയവും വിചാരിക്കേണ്ട. പക്ഷേ ശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ട ഈ ശമ്മാശന്മാരുടെ മാതാപിതാക്കൾ, അവരുടെ വലിയ പ്രോത്സാഹനവും സ്നേഹവും ഈ കാര്യത്തിൽ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ത്രോണോസിനോട് അടുത്തു വരുന്നു എന്നതിൽ
വലിയ ആത്മസന്തോഷം പ്രകടിപ്പിക്കുന്ന, അവരുടെ ഹൃദയവും മനസ്സും കണ്ണും നൽകുന്ന പ്രത്യാശയുടെ ഒരു തിളക്കമുണ്ട്. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ജീവിതത്തിൻ്റെ സാഫല്യമാണ്. സഭയിൽ എന്തോ അധികാരസ്ഥാനത്തേക്ക് വരുന്നു എന്നതല്ല, കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും കയ്യിലേന്തുന്നതിന് നമ്മുടെ ഒരു മകൻ, ഇവിടെ അത്ഭുതം, 2 മക്കൾ ത്രോണോസിനോട് ചേർന്ന് നിൽക്കുന്നത് കാണുക, പ്രാർത്ഥിക്കുക, അനേകർ ഈ കാഴ്ച കണ്ട് ദൈവത്തെ സ്തുതിക്കുക എന്നതിന് അവർ സാക്ഷികളാകുമ്പോൾ അവരേറ്റവും ഭാഗ്യമുള്ളവരാണ്. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് പ്രിയപ്പെട്ട കൊച്ചച്ചന്മാരോടൊരു കാര്യം ഉപദേശമായി പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചല്ലോ, നിങ്ങൾ ഇടപെടാഞ്ഞതുകൊണ്ട് വീട്ടിലെ ഒരു കാര്യവും തടസ്സപ്പെട്ടിട്ടില്ല. നിങ്ങളിനി വൈദികനായതിനു ശേഷം ഇടപെട്ട് വീട്ടിലെ അന്തരീക്ഷം മോശമാക്കാതിരുന്നാൽ മതി. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കരുതി, ദൈവം നിങ്ങളെ കരുതി. വീട് സന്ദർശനം എന്ന് പറയുന്നത് തെറ്റിദ്ധരിച്ചു പോകരുത്, സ്വന്തം വീട്ടിൽ പോയി കിടന്ന് വിശ്രമിക്കുന്നതാണ് എന്ന്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾ ഇവരെയും കരുതിയാൽ മതി. അവരോട് അകലം പാലിക്കേണ്ട, പക്ഷേ അവരെ നിങ്ങൾ എല്ലാ തരത്തിലും ഉദ്ധരിച്ചു കളയും എന്ന ഒരു വ്യാമോഹവും വേണ്ട. അവർക്കായി ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനും അവർക്കാവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം കൊടുക്കാനും ഒക്കെ സാധിക്കണം. പൗരോഹിത്യത്തിൻ്റെ വഴികളിൽ സംഭവിച്ചിട്ടുള്ള ന്യൂനതകൾക്ക് ആരാണ് പരിഹാരം ചെയ്യേണ്ടത്? നാം തന്നെ അത് പരിഹരിക്കണം. നിങ്ങളുടെ വഴികളിൽ ഈ ഉദ്ദേശം, അതിൻ്റെ നന്മയിൽ മുൻപിലുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ നന്മ, നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധി, നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാഗ്രത, ദൈവോന്മുഖത, അത് സ്വർഗം ആഗ്രഹിക്കുന്നതാണ്. തങ്ങളുടെ മക്കളെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നതും സഭയൊന്നായി സന്തോഷിക്കുന്നതുമാണ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും വലിയ ഹൃദയ അഭിമാനം. അത് നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിയന്യ തോമസ് പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് 2 വൈദികർ സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിതരാകുമ്പോൾ തീർച്ചയായും അഭിയന്യ പിതാവിന് വലിയ സന്തോഷം. പിതാവിൻ്റെ ഈ ശുശ്രൂഷയിൽ ഈ കുടുംബത്തിൽ നിന്ന് ഈ സഭയെ ശുശ്രൂഷിപ്പാൻ പുതിയ 2 പുരോഹിതർ നിയോഗിതരാകുന്നു എന്നത് പിതാവിനെ സംബന്ധിച്ച് പിതാവിൻ്റെ ശുശ്രൂഷയ്ക്കും പിതാവിൻ്റെ മനസ്സിനും നൽകുന്ന വലിയ അഭിമാനവും കൃതജ്ഞതയും സന്തോഷവും ഇത് വലുതാണ്. ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിങ്ങൾ പ്രിയപ്പെട്ട മക്കളെ സഭയോടൊത്ത് മുൻപോട്ട് പോവുക. നമ്മുടെ സഭ പുനരേക്യ ശുശ്രൂഷയുടെ ശതാബ്ദിയിലേക്ക് ഒരുക്കത്തോടെ പ്രവേശിക്കുമ്പോൾ ഈ സഭ നമ്മൾ ആയിരിക്കുന്ന ഈ ദൈവീക സങ്കേതവും ഇടവകയും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും രൂപപ്പെട്ടത് ത്രോണോസിനെ കെട്ടിപ്പിടിച്ചു നിന്ന കുറേയേറെ സമർപ്പിതരായ വൈദികരുടെ നന്മയെ സ്വർഗം അനുഗ്രഹിച്ചതുകൊണ്ടാണ്.
ആ വഴിയെ സഞ്ചരിക്കുന്നതിന് നിങ്ങളുടെ മിഷണറി സമർപ്പണം നിങ്ങളെ കൂടുതൽ സജ്ജരാക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ വിനീത ഹൃദയത്തോടുകൂടി നിർവഹിക്കുന്നതിന് നിങ്ങൾക്കിടയാകട്ടെ. സങ്കടകരമായ ഒരു കാര്യമാണ്. വളരെ ധാർഷ്ട്യത്തോടുകൂടി, ഒരു കരുതലുമില്ലാതെ, സ്നേഹത്തിൻ്റെ അംശമില്ലാതെ ഭരണാധികാരികൾ ഏറ്റവും മോശമായവർ പോലും ചെയ്യാത്തതുപോലെ നിഷ്കരുണമായി ദൈവമക്കളോട് ഇടപെടുന്ന രീതി പൗരോഹിത്യത്തിൻ്റെ കൃപയിൽ നിന്ന് നമ്മെ അന്യരാക്കും. അതിൽ ജാഗ്രത കാണിക്കുന്നതിന് ചില ആളുകൾ വലിയ ഭാവത്തിൽ പറയും, ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ, പറഞ്ഞാൽ പിന്നെ പറഞ്ഞതല്ലാതെ എഴുതുവോ, പറഞ്ഞാൽ പറഞ്ഞതാണ്, അതിലിനി മാറ്റമില്ല. മാർപ്പാപ്പായ്ക്ക് മാത്രമേ ഉള്ളൂ അപ്രമാദിത്യ വരം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ, ശരിയായില്ല, എനിക്ക് പൂർണ്ണമായി അത് മനസ്സിലായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ സത്യം ജയിക്കുന്നതിന്, അത് തുറന്നു പറയുന്നതിന് മടി കാട്ടേണ്ട. നമ്മുടെ വാക്ക് മാറ്റിയല്ലോ എന്ന ഒരാരോപണം നിലനിൽക്കുകയാണെങ്കിൽ പോലും സത്യമാണ് ജയിക്കേണ്ടതെന്ന് ഉറപ്പുവരുത്താൻ നാം വിനീത ഹൃദയരായി നമുക്ക് തെറ്റി എന്ന് പറയുന്നതിലാണ് സുവിശേഷം വ്യാപരിക്കുക, സുവിശേഷം ജയിക്കുക. അതിന് മൈലപ്രയെന്നോ ഗുഡ്ഗാവെന്നോ വ്യത്യാസമില്ല. സമ്മർദ്ദങ്ങളേറിയാലും പ്രോത്സാഹനം കുറഞ്ഞാലും സത്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ഇടയാകണം. സമ്മർദ്ദങ്ങളിൽ നിങ്ങൾ വീണുപോകരുത്. സമ്മർദ്ദങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമില്ലെങ്കിലും നിങ്ങളെക്കൊണ്ട് തന്ത്രപരമായി വിപരീതമായ പ്രവൃത്തികൾ ചെയ്യിക്കുന്നതിൻ്റെ പേരാണ്. അതിൽ വീണുപോകരുത്. സ്വർഗത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, അതിന് 3 സഹകാരികൾ പിണങ്ങി എന്നതിൻ്റെ പേരിൽ ഒന്നും മടിക്കേണ്ട. സ്വർഗത്തിനെ ബഹുമാനിക്കുന്ന തീരുമാനത്തിന് വേണം നിങ്ങൾ യേസ് എന്ന് പറയാൻ. അതിന് മാത്രമേ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും ഉള്ളവരാണ്. പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാൻ മടി കാണിക്കരുത്. തിരുത്തേണ്ടത് തിരുത്താൻ നിങ്ങൾ മടി കാണിക്കരുത്. ശരിയല്ല എന്ന് പറയുവാൻ നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ നിർബന്ധിക്കുന്നത് അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. അല്ലെങ്കിൽ നിങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും തമ്മിൽ എന്ത് വ്യത്യാസം? ദൈവം അനുഗ്രഹിക്കട്ടെ. സഭ ഈ വർഷം നമ്മുടെ രൂപതകളിൽ 34 നവവൈദികർ ലഭിക്കുക. വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും, 24 പേര് നിങ്ങളുടെ ബാച്ച് സഭയുടെ എക്യുമെനിക്കൽ ദൈവശാസ്ത്രം, സഭ എന്താണ് ആഗ്രഹിക്കുന്നത്, പഠിപ്പിക്കുന്നതെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ക്ലാസ് മുറിയിലൂടെ കുറേ മണിക്കൂറുകൾ എനിക്ക് കിട്ടിയല്ലോ. നിങ്ങളെല്ലാം അടുത്തറിയാൻ, നിങ്ങൾ 2 പേരെ മാത്രമല്ല, ഇത് 34 പേരെയും അല്പം കൂടി അറിയാൻ സാധിച്ച ഒരു സമയമായിരുന്നു. ഞാൻ പറയുന്നത് കൊണ്ട് അഹങ്കാരം കൂടുകയോ വിപരീത ഫലമുണ്ടാവുകയോ ചെയ്യരുത്. നിങ്ങളെക്കുറിച്ചെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. ഇതിന് മുൻപുണ്ടായിരുന്ന ബാച്ചുകാരും തൊട്ടു പുറകെ വരുന്നവരും എന്നോട് ക്ഷമിക്കണം. നിങ്ങളെക്കുറിച്ച് ആരും പറഞ്ഞില്ലല്ലോ, ഇനി പറയുമോ എന്ന് 2 കാര്യമുണ്ട്. അതെന്തുമാകട്ടെ,
നിങ്ങളെക്കുറിച്ച് സംസാരിച്ചവരെല്ലാം നല്ല മതിപ്പോടുകൂടിയാണ് സംസാരിച്ചത്. ഒരുക്കത്തിലാണല്ലോ പുനരേക്യ ശുശ്രൂഷയുടെ ശതാബ്ദിക്ക്. നിങ്ങളെ നൈവേദ്യമായി കർത്താവിന് സമർപ്പിച്ച് തീവ്രമായ ഒരു പ്രത്യാശയുടെ പടിവാതിക്കലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. സഭയ്ക്ക് ദിശാബോധം കൊടുക്കാൻ, സഭയ്ക്ക് പ്രത്യാശ കൊടുക്കാൻ നിങ്ങളുടെ പൗരോഹിത്യത്തിന് കഴിയട്ടെ. കരുണയുള്ള ദൈവത്തിൻ്റെ കരുണയുള്ള പുരോഹിതരായി നിങ്ങളെന്നും കാണപ്പെടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കരുണ കൊടുക്കുന്നത് നിങ്ങളുടെ ദൗർബല്യമായിരിക്കട്ടെ. മനുഷ്യൻ കരയുന്നത് കണ്ടാൽ അച്ഛൻ വീണുപോകും എന്നാരെങ്കിലും പറയുന്നെങ്കിൽ അതൊരു കോംപ്ലിക്കേഷൻ അല്ല, അതൊരു കോംപ്ലിമെൻ്റായി നിങ്ങൾ സ്വീകരിക്കുക. അത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ കുറവല്ല, ദൈവത്തെ മനസ്സിലാക്കിയതിൻ്റെ പരിണിത ഫലമാണെന്ന് മനസ്സിലാക്കട്ടെ. ഈ ദേവാലയത്തിൽ ഇന്ന് ഇപ്രകാരം നിങ്ങൾ 2 പുരോഹിതരായി രൂപാന്തരപ്പെടുമ്പോൾ സഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നു, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അഭിനന്ദിക്കുന്നു. അഭിനന്ദ തോമസ് പിതാവിനെയും ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ കൃപാവരങ്ങളിൽ നിങ്ങൾ സമ്പന്നരാകട്ടെ. നിങ്ങളെ ഏൽപ്പിക്കുന്ന നിയോഗം ഏത് തന്നെയായിരുന്നാലും, ഏത് കുഗ്രാമത്തിലെ ശുശ്രൂഷയാണെങ്കിലും, ആത്മാക്കളെ കരുതിയുള്ള നിങ്ങളുടെ പ്രേക്ഷിത ആഭിമുഖ്യം സ്വർഗം സൂക്ഷിക്കുന്നുണ്ട്, സ്വർഗം കരുതുന്നുണ്ട്. എൻ്റെ ഏറ്റവും എളിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന കർത്താവിൻ്റെ വാക്ക് ആ ഗ്രാമത്തിലെ ആ ആത്മാവിനും ബാധകമാണ് എന്നതോർക്കുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ അവിടെ അർത്ഥവത്താകും. നിങ്ങളോടൊപ്പം ഈ സമയം ഇവിടെ ചെലവഴിക്കുന്നതിന് നിങ്ങൾ കരുതലോടുകൂടി അങ്ങനെയൊരു സമയ ക്രമീകരണം നടത്തുന്നതിന് അഭിനന്ദ ഐറേനിയസ് പിതാവും അഭിനന്ദ തോമസ് പിതാവും അന്തോണിയസ് പിതാവും അവർ കാട്ടിയ സ്നേഹത്തിനും കരുതലിനും ഒക്കെ നന്ദി പറയും. അവർ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിനോടൊപ്പം 2025 പ്രവേശിക്കാം. കാറ്റും കോളും എല്ലാം ഉണ്ടാകും. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ ശാന്തമായി നമ്മോടൊപ്പം ഉണ്ട് എന്നത് നമ്മെ ബലപ്പെടുത്തണം. അവനോടൊപ്പം യാത്ര ചെയ്ത് തീർത്ഥാടനം ചെയ്ത് 2025 എന്ന വർഷവും നമ്മൾ പിന്നിടും. അവൻ്റെ വലിയ കാരുണ്യം ഈ പുതിയ വർഷത്തിൽ നിങ്ങളെല്ലാവരോടും കൂടെയിരിക്കട്ടെ. പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവനായ എനിക്ക് വേണ്ടിയും സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കണം. 31-ാം തീയതി രാത്രിയിൽ ആരാധനയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ശുശ്രൂഷകളുമൊക്കെ ഉണ്ടല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ സഭയെയും എളിയവനായ എന്നെയും കൂടെ ചേർത്ത് സമർപ്പിക്കുവാൻ നിങ്ങൾ മനസ്സാകണം എന്ന് ഞാൻ സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട കൊച്ചച്ഛന്മാർക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും സന്തോഷപൂർവ്വം സഭയുടെ നാമത്തിൽ ഞാൻ നേർന്നുകൊള്ളുന്നു.